യജമാനനും നായ്ക്കളും മറ്റ് ഈസോപ്പ് കഥകളും. പുനരാഖ്യാനം ആരോമൽ ടി. ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ 2020. എ DC ബുക്സ് പ്രൊഡക്ഷൻ. കഥ: യജമാനനും നായ്ക്കളും. മലയടിവാരത്തിലെ ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചിരുന്നു. അയാൾക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ടായിരുന്നു. നദീതീരത്തെ വീട്ടിൽ അവർ സന്തോഷത്തോടെ വസിച്ചു. വളരെ ധനികനായിരുന്നു അയാൾ. പശുക്കളും കാളക്കുട്ടികളും ചെമ്മരിയാടുകളും ആട്ടിൻപറ്റങ്ങളും നായ്ക്കളുമൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക്. അയാൾക്ക് നായ്ക്കളെ വളരെ ഇഷ്ടമായിരുന്നു. ഉറങ്ങാൻ പോകും മുൻപേ അയാൾ അവയുമൊത്ത് കളിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ മോശം കാലാവസ്ഥയുള്ള ഒരു വർഷം വന്നു ചേർന്നു. കാലം തെറ്റാതെ മഴയെത്തിയെങ്കിലും അതു തോർന്നില്ല. നദി കര കവിഞ്ഞൊഴുകി. ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടി. പലരും ഒഴുക്കിൽപ്പെട്ടു. മഴ ആഴ്ചകളോളം നീണ്ടു. കർഷകന്റെ നിലവറയിൽ വളരെ കുറച്ചു ധാന്യങ്ങളെ ശേഷിച്ചിരുന്നുള്ളൂ. മഴ നിന്നില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുമെന്നും അയാളും കുടുംബവും പട്ടിണിയാകുമെന്നും അയാൾ ഭയന്നു. ഒരു രാത്രി അയാൾ ഭാര്യയോട് പറഞ്ഞു, ഭക്ഷണത്തിനായി നമുക്ക് ഒരു നാൽക്കാലിയെ കൊല്ലാം. അതുകേട്ട് ഭാര്യയ്ക്ക് ആകെ വിഷമമായി. പിറ്റേന്ന് കർഷകൻ ഒരു ആടിനെ കൊന്നു. ഭാര്യ അതുകൊണ്ട് കുടുംബത്തിനായി സ്വാദിഷ്ടമായ ഭക്ഷണമുണ്ടാക്കി. തങ്ങളുടെ കൂട്ടത്തിലൊന്ന് നഷ്ടപ്പെട്ടതിൽ ആട്ടിൻകൂട്ടം വ്യസനിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കർഷകൻ മറ്റൊരാടിനെയും കൊന്നു. നാളുകൾ Sample complete. Ready to continue?